ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ യൂറോപ്പിൽ 2-ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലഘട്ടം. ഒരു രാജ്യം അതിന്റെ ശത്രുദേശത്തിലേക്ക് മാലിന്യങ്ങൾ ടൺ കണക്കിന് കൊണ്ട് തള്ളുകയായി. അതിൽ കുപിതരായ ആ രാജ്യക്കാർ പ്രതികാരം ചെയ്യുവാനൊരുങ്ങിയപ്പോൾ പ്രതികാരത്തിനു പകരം ഒരു പ്രത്യുപകാരത്തിലൂടെ അതിനു മറുപടി നൽകുവാൻ ചില മത നേതാക്കളും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഉപദേശിക്കുകയും അതിൻ പ്രകാരം ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അടിയന്തര ആവശ്യമുള്ള നിത്യോപയോഗ വസ്തുക്കളും ആ രാജ്യത്തിനായി അയച്ചു കൊടുക്കുന്നു. ഇത് ലഭിച്ച രാജ്യം ലജ്ജിതരായി തല താഴ്ത്തുകയും മറ്റ് രാജ്യത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ശത്രുത അവസാനിപ്പിച്ചതായും നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഭീകരമായ സംഘർഷം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വിഷയം എങ്ങനെ സൗമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നതിന്റെ നേർക്കാഴ്ച ഇവിടെ നാം കാണുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മ കൊണ്ട് തിന്മയെ നേരിടുവാൻ സാധിച്ചാൽ ഇന്ന് നാം ഈ ലോകത്തിൽ കാണുന്ന സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് മേലധികാരികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്വന്തം വീട്ടുകാരിൽ നിന്നും ഒക്കെ പരസ്യമായ പരിഹാസങ്ങൾ, അസത്യമായ കുറ്റാരോപണങ്ങൾ, തന്ത്രത്താലുള്ള ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ നാം സ്വാഭാവികമായി അവരോട് പ്രതികാരം ചെയ്യുവാൻ പ്രേരിതരാവുകയും പ്രതികാര ഭാവത്താൽ ക്ഷുഭിതരാവുകയും ചെയ്യും. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ നല്ലതുപോലെ നിയന്ത്രിച്ച് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ പരിശീലിക്കണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ നമ്മൾ തിന്മയോട് തോൽക്കുകയാണ്. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ നമ്മൾ തിന്മയെ ജയിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമായ ഉപദേശമാണ് വിശുദ്ധ പൗലോസ്ലീഹ നൽകിയിരിക്കുന്നത്. പ്രതികാരം ഈ ലോകം നമുക്ക് നൽകുന്ന ആവേശമാണ്. അതിന്റെ അനന്തരഫലം കടുത്ത ശത്രുതയും കൊലപാതകവും നിത്യനാശവുമാണ് എന്നത് ആ സമയത്ത് നാം തിരിച്ചറിയുന്നില്ല. എന്നേക്കാൾ വലിയവൻ ആരുമില്ല, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ ആർക്കും കീഴ്പ്പെട്ടിരിക്കുകയില്ല എന്നിത്യാദി കടുംവാശി പിടിക്കുന്നവർ പ്രതികാരം ചെയ്യാതെ അടങ്ങിയിരിക്കുകയുമില്ല. ഈ ദുർവാശിയുടെ മനസ്സിനെ ഉപേക്ഷിക്കുവാനാണ് പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നത്. തുടർന്ന് അദ്ദേഹം തന്നെ പറയുന്നു: പ്രതികാരം യഹോവയ്ക്ക് വിട്ടുകൊടുപ്പീൻ. നമ്മുടെ ശത്രുവിനോട് നമ്മൾ തന്നെ പ്രതികാരം ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങാതെ ഏത് തിന്മ ചെയ്യുന്നവനും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രതിഫലം നൽകിക്കൊള്ളും എന്ന ബോധത്തിൽ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് കഴിയണം. പ്രതികാര മനോഭാവമുള്ളവർ ആത്മീയമായി വളരെ ദുർബലരായിരിക്കും. ആ ദുർബലതയെ നീക്കി നമ്മെ ശക്തീകരിക്കുവാനാണ് നോമ്പും നമസ്കാരവും ഉപവാസവും എല്ലാം സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷമയും സൗമ്യതയും എല്ലാം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ശക്തിയാണ്. ചിലർ വിചാരിക്കുന്നു ക്ഷമയും സൗമ്യതയും ദുർബലമാണെന്ന്. എന്നാൽ നല്ല ആത്മീയ നിറവുള്ള മനുഷ്യരുടെ ശക്തിയാണ് ക്ഷമയും സൗമ്യതയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒറീസയിലെ ഗ്രഹാം സ്റ്റെൽസിന്റെ വിധവയുടെ വാക്കുകൾ. ഒറീസയിലെ ഗ്രാമീണർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മിഷണറിയെയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെയും അവരുടെ വാഹനത്തിനുള്ളിൽ തീവച്ചു കൊന്ന ഭീകരരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് അവരോട് വൈരാഗ്യമില്ല എന്ന് പറഞ്ഞ ഗ്രഹാം സ്റ്റെൽസിന്റെ ഭാര്യയുടെ വാക്കുകൾ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.